to 2024 Brand Yourself episode 8. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോസ്റ്റിംഗ് സ്ട്രാറ്റജീൻ്റെ ടൈമിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി ഈ വീഡിയോനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 2 പോയിന്റ്സ് ആണ്. ഒന്ന് ഫ്രീക്വൻസി ആൻഡ് കൺസിസ്റ്റൻസി, രണ്ടാമത്തേത് ക്വാളിറ്റി ഓഫ് ദി കണ്ടന്റ്. ഒരു ഇൻസ്റ്റഗ്രാം പ്രൊഫഷണൽ അക്കൗണ്ട് ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി മിനിമം ഒരു 3 to മാക്സിമം ഒരു 7 പോസ്റ്റ് വരെ പോകേണ്ടതാണ്. നിങ്ങൾ ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം നിങ്ങളെ ഒരു ആക്റ്റീവ് യൂസറായി കണക്കാക്കി നിങ്ങളുടെ കണ്ടന്റ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കും. ഈ കൺസിസ്റ്റൻസി എന്നുള്ള ഭാഗത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു കലണ്ടർ കൺസിസ്റ്റന്റ് ആയി ഒരു ഗ്യാപ്പ് വരാതെ കറക്റ്റായി മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾ ശ്രമിക്കണം. ഇൻ കേസ് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓഡിയൻസ് എൻഗേജ്മെന്റിനെ വല്ലാതെ അങ്ങ് ബാധിക്കും. ഇനി അടുത്ത പോയിന്റ് ആണ് ക്വാളിറ്റി. ഈ ക്വാളിറ്റിനകത്ത് മെയിനായിട്ട് വരുന്നത് കണ്ടന്റ് ക്വാളിറ്റി, വിഷ്വൽ ക്വാളിറ്റി ആൻഡ് ഓഡിയോ ക്വാളിറ്റി. നിങ്ങളുടെ ഓഡിയൻസിന് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു കണ്ടന്റ് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഓഡിയോ ക്വാളിറ്റി ആൻഡ് വിഷ്വൽ ക്വാളിറ്റി. ഓഡിയോ ക്വാളിറ്റിയും വിഷ്വൽ ക്വാളിറ്റി ആദ്യം മുതൽക്ക് തന്നെ 100% ആവണമെന്നില്ല, അത് എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. അത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. നമ്മൾ നമ്മുടെ ഓഡിയൻസിനെ നന്നായി പഠിക്കണം, ഇൻസ്റ്റഗ്രാം ആൽഗോരിതത്തിനെ നന്നായി പഠിക്കണം. എന്നാൽ മാത്രമേ ഇൻസ്റ്റഗ്രാമിലൂടെ നമുക്ക് നമ്മുടെ കണ്ടന്റ് നല്ല റീച്ചായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.